ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ റൈസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് യാക്നി പുലാവാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു സ്പെഷ്യൽ റൈസാണ്. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ഒക്കെ റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് റെഡിയാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യാക്നി പുലാവ് റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ബീഫ് ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ ആദ്യം നമുക്ക് മുഴുവനായിട്ടുള്ള മല്ലി, കുരുമുളക്, അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വലിയ ജീരകം അതുപോലെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു, ഏലക്കായ, ഇതിങ്ങനെ തന്നെ മുഴുവനായിട്ട് തന്നെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കഷ്ണം പട്ട കൂടി എടുത്തിട്ടുണ്ട്. തക്കോലമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാള വേണം, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള തൊലി ഭാഗം ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്ന ആ കപ്പ് 2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം അവരവരുടെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്സയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ആ നീളത്തിലുള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ തന്നെയാണ് റൈസും എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് എടുത്തു വെക്കാം. അതിനുശേഷം അത് നമുക്ക് കഴുകിയിട്ട് ഊറ്റിയെടുത്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ബീഫ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ ബീഫ് റെഡിയാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വലിയൊരു ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ട് സവാളയൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റാം. ഞാനിപ്പോൾ 2 സവാളയാണ് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഏലക്കായ, ഗ്രാമ്പു, പട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക്, ഇത് ബേ ലീഫാണ്, നമ്മുടെ കറുകപ്പട്ടയുടെ ഇല, അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും തന്നെ മസാലക്കൂട്ടുകളായിട്ട് വേണ്ട, തക്കാളി വേണ്ട, വേറെ മസാലകളൊന്നും തന്നെ വേണ്ട. പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റൈസാണിത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ബീഫ് കോരിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വെള്ളം ചേർത്ത് കൊടുക്കണ്ട. വെള്ളം നമുക്ക് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ബീഫ് വേവിച്ചെടുത്ത ബീഫ് മാത്രം കോരിയിട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ച സവാളയിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ നമുക്കിതൊന്ന് വീണ്ടും മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് മൊത്തത്തിൽ 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്നും 2 കപ്പ് വെള്ളം നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളമാണ് കിട്ടിയത്. ബാക്കി 6 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് വരുന്നുണ്ട്.
വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ച റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കഴുകിയെടുത്ത് വെള്ളം വാരാനായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതുകൂടെ ഇനി നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിന് വേണ്ട ഉപ്പൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ബീഫ് പിന്നെ വേവിച്ചെടുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ തിളച്ചിട്ട് ഒരുവിധം വെള്ളം നമുക്കിത് വറ്റി വരണം. ആ വറ്റി വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2-3 സ്പൂണ് നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ വിറകടുപ്പിലായത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ കനലിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും തന്നെ ഇത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ കനലിൽ വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് പാകത്തിന് വേവായി കിട്ടും. ഈസിയും സിമ്പിളുമായിട്ടുള്ള നമ്മുടെ യാക്നി പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. റൈസുകളൊക്കെ വെറൈറ്റി ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുലാവ് റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു. Mandil nga ingari sarakam bapum poko marakam bapum poko mandil nga ingari sarakam bapum poko marakam